നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ആർമി സർവീസ് കോറിന്റെ 264ാമത് റേസിംഗ് ഡേ ആഘോഷിച്ചു. ശിക്ഷക് സദനിൽ നടന്ന പരിപാടി കേരള ചിത്രകലാ പരിഷത്ത് പ്രസിഡന്റ് കേണൽ സുരേഷൻ VP ഉദ്ഘാടനം ചെയ്തു. ആർമി സർവീസ് കോറിന്റെ 264ാമത് റേസിംഗ് ഡേ സംഘടിപ്പിച്ചു. ശിക്ഷക് സദനിൽ നടന്ന പരിപാടി കേരള ചിത്രകലാ പരിഷത്ത് പ്രസിഡന്റ് കേണൽ സുരേഷൻ VP ഉദ്ഘാടനം ചെയ്തു. ആർമി ഞാൻ ചേർന്നതിന് ശേഷം ആർമിയുടെ മേലെ നിന്നും താഴെ നിന്നും സൈഡിൽ നിന്നും ഒക്കെ നോക്കിക്കാണാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ASCക്കാരനെ പറ്റി മറ്റുള്ളവർ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു ASCക്കാരൻ തന്നെ പറ്റി ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു ഓഫീസർ മേലെ നിന്നുകൊണ്ട് താഴെയുള്ളവരെ പറ്റി ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു ജവാൻ താഴെ നിന്ന് മേലുള്ളവരെ ചിന്തിക്കുന്നത്. അങ്ങനെ എൻ്റെ ഭാഗ്യം കൊണ്ട് ഇങ്ങനെയുള്ള പല മേഖലകളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആധികാരികമായി പറയുകയാണെങ്കിൽ ASC എന്ന ഈ സംഘടനയിലെ ഓരോ ജവാനും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ജവാൻ ഉണ്ടെങ്കിൽ അതൊരു ASCക്കാരനാണ്. ചടങ്ങിൽ കേണൽ VPG നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. 1947 ഇന്ത്യയും പാകിസ്ഥാനായിട്ട് വിഭജിച്ചു പോയത്. സ്വാതന്ത്ര്യം കിട്ടിയത് 47 അങ്ങനെ 47 അങ്ങനെ ഉണ്ടായി. 1908 റാവൽപിണ്ടിയിൽ തുടങ്ങി. 1923 സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് കോർ റീഡിസിഗ്നേറ്റഡ് ആസ് IASC, ഇന്ത്യൻ ആർമി സപ്ലൈ, ഇന്ത്യൻ ആർമി സർവീസ് കോർ എന്ന് പറഞ്ഞിട്ട് 1923. പിന്നെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു നിർണായകമായ ഒരു മൈൽ സ്റ്റോണാണ് 1935. പലയാളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളെ പട്ടാളക്കാരെ നമ്മളെന്തിനാണ് വലത്തു ഭാഗത്ത് ലാൻഡ് യാർഡ് ഇടുന്നത്, ചുവന്ന ലാൻഡ് യാർഡ്. നേരെ മറിച്ച് മറ്റുള്ള ആൾക്കാരൊക്കെ അടുത്ത ഭാഗത്താണ്, പല കളറിലുമാണ്. അപ്പോൾ വലത്തു ഭാഗത്ത് നമ്മൾക്ക് ഇടാനുള്ളതായ അത് പ്രത്യേകമായിട്ടുള്ളതായ ഒരു അംഗീകാരമാണ്. എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ KT ബാബുരാജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. PK പത്മനാഭൻ, ശശീന്ദ്രൻ KC, മേജർ KV ജയരാജൻ, ഹരിദാസൻ TK, ഗിരീഷ് PV, ശശീന്ദ്രൻ TK തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. സമഗ്ര ന്യൂസ്, കണ്ണൂർ.